സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല. തൃശ്ശൂരിലെ സപ്ലൈകോ ചന്തയിൽ സാധനങ്ങളില്ലാത്തതിനെ തുടർന്ന് ഉദ്ഘാടന വേദിയിൽ പ്രതിഷേധവുമായി പൊതുജനങ്ങൾ. ഉദ്ഘാടനം നടത്താതെ മേയറും തൃശ്ശൂരിലെ MLAയും മടങ്ങി. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയും എന്നതാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശ്ശൂർ മേയറും രംഗത്ത് വന്നു. ധനപ്രതിസന്ധി സപ്ലൈകോ ചന്തകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി സമ്മതിച്ചു. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുറക്കുന്നുവെന്നറിഞ്ഞ പലരും സന്തോഷത്തോടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ആദ്യ ദിനം തന്നെ കാത്തിരുന്നത് നിരാശയാണ്. ഇതോടെ ഉദ്ഘാടന വേദിയിൽ പോലും പൊതുജനങ്ങൾ പ്രതിഷേധമുയർത്തി. ഒടുവിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയർക്കും MLAക്കും പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കി തിരികെ മടങ്ങേണ്ടി വന്നു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ ആകെയുണ്ടായിരുന്നത് 4 മാത്രം. ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും അരിയും മാത്രമാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ക്രിസ്മസ് പുതുവത്സര ചന്തയിലുള്ളത്. ഇതോടെ നാട്ടുകാർ എതിർപ്പുമായി രംഗത്തെത്തി. ഉദ്ഘാടന ചടങ്ങിനെത്തിയ മേയർ MK വർഗീസിനും തൃശൂർ MLA P ബാലചന്ദ്രനുമെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞതോടെ ഇരുവരും ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങി. ഉത്പന്നങ്ങൾ എന്നെത്തുമെന്ന് ഇവിടെയുണ്ടായിരുന്ന ജീവനക്കാർക്ക് പോലും അറിവില്ലായിരുന്നു. 1 കിലോ അരി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില 45 രൂപയാണ്. സർക്കാർ ഒരു പ്രഹസനം പോലെ എല്ലാം നടത്തിക്കൊണ്ടു പോവുകയാണ്. മല്ലി മാത്രമല്ല, മല്ലി പരി വന്നിട്ട് പറയുന്നുണ്ട്, അത് മേടിക്കാൻ നോക്കുമ്പോ ചില്ലറിയില്ല. ഇന്നലെ വന്ന് പറഞ്ഞു, ഇന്ന് വരുന്നു പറഞ്ഞു, ഒന്നുമില്ല. ഈ വെളിച്ചെണ്ണ കൊടുത്ത് തേച്ചോണ്ട് നമ്മുടെ വയറ് കഴിയും വയ്യാത്ത ആൾക്കാർക്ക്. സപ്ലൈകോയുടെ നടപടിക്കെതിരെ LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ മേയർ തന്നെ പരസ്യമായി രംഗത്തെത്തി. പട്ടിണിപ്പാവങ്ങളെ വെയിലത്തു നിർത്തി സാധനങ്ങളില്ലാതെ മടക്കി അയക്കുന്നത് വലിയ തെറ്റെന്ന് മേയർ MK വർഗീസ്. ഇവിടെ മല്ലിയും അതുപോലെ തന്നെ മറ്റേ ചെറുപയറും മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു വളരെ എന്തിന് ഈ പ്രഹസനം, മേയർ എന്തിന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് എന്നോട് ആക്രോശിച്ചപ്പോൾ ഞാൻ അവരോട് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, ഈ പറയുന്നതിനോട് എന്ത് സത്യം? അവരൊക്കെ വളരെ മൗനത്തിലിരിക്കുക. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവപ്പെട്ടവർക്ക് പട്ടിണിയുമാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആഞ്ഞടിച്ചു. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത്, ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്. പ്രതിഷേധം കനത്തതോടെ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയ ഭക്ഷ്യമന്ത്രി GR അനിൽ സപ്ലൈകോയിൽ എല്ലാ സബ്സിഡി സാധനങ്ങളും ഇല്ലെന്നത് സത്യമെന്ന് സമ്മതിച്ചു. ധനക്കമ്മി സപ്ലൈകോയെ ബാധിച്ചു. 14ൽ 13 ഉൽപ്പന്നങ്ങളും എല്ലായിടത്തും ഉടൻ ലഭ്യമാകും. പഞ്ചസാര വ്യാപാരികൾ മാത്രം സപ്ലൈകോയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. അപ്പൊ ടെൻഡർ നടപടികളിൽ സഹകരിക്കാത്ത ഒരു നിലപാട് പഞ്ചസാര വ്യാപാരികൾ എടുത്താൽ പിന്നെ അത് പുറത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പഞ്ചസാര വരുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി 12 ഉൽപ്പന്നങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും പരമാവധി ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സപ്ലൈകോ ചന്തയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. രാവിലെ മുതൽ ടോക്കൺ എടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കാത്തുനിന്നവരിൽ പലരും നിരാശയോടെയാണ് മടങ്ങിയത്. വിലക്കയറ്റം മൂലം ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്വാസമെന്ന നിലയിലാണ് സപ്ലൈകോയുടെ ചന്തകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ സബ്സിഡി പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ പോലും ലഭ്യമാകാതിരുന്നതോടെ ഇവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും വലഞ്ഞു. എന്തായാലും ഒന്നുറപ്പാണ്, ഈ ക്രിസ്മസ് കാലം പൊതുജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ക്യാമറാമാൻ ഷാൻ ബാലകൃഷ്ണനൊപ്പം സൂരജ് സജി, 24. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട് എന്നത് ശരിയാണ്. അതങ്ങനെ കോടതി പറയുകയും ചെയ്തു സംസ്ഥാന സർക്കാർ. എന്നാൽ ക്രിസ്മസിന് പോലും സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തത് വലിയ കഷ്ടമാണ്. കാണാം നമുക്ക് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ. പുറത്തൊക്കെ ഭയങ്കര വിലയാണല്ലോ. പുറത്ത് 40 രൂപയായിരിക്കും, 38 രൂപ ഒക്കെയാണ് പുറത്ത് വില. അതിനെക്കാട്ടും ഒരു 8 രൂപ കുറവുണ്ട് ഇവിടെ, 125 രൂപ അത്രയുള്ളൂ. ഒന്നുമില്ല, വരിക പോവുക കാണുക, അത്രയുള്ളൂ. കുഴപ്പമില്ല, ഇറക്കട്ടെ, അപ്പം വരാട്ടെ. ഒന്നും കിട്ടിയില്ല. ഇത് കിട്ടിയോ? സബ്സിഡിയുടെ ഒരു സാധനവും ഇല്ല, വില കൂടിയ സാധനം മാത്രമേ ഉള്ളൂ. വെറുതെ ഇത്ര നേരം വന്നിട്ട് വെറുതെ സമയം വേസ്റ്റ്. എന്തെങ്കിലും കിട്ടണ്ടേ? രാവിലെ 8 മണിക്ക് വന്ന് നിൽക്കണതാ. അവർക്ക് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ പോകാനുള്ള കാശുണ്ടല്ലാണ്ട് നിൽക്കേണ്ട ആൾക്കാർ കണ്ട രാവിലെ വരെ വന്ന് നിൽക്കണത്. ക്രിസ്മസ് ആയിട്ടൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സാധനങ്ങളൊന്നുമില്ല,
വെറുതെ സപ്ലൈക്കോ മറ്റേ 6 ജില്ലയിൽ തുടങ്ങിയെന്ന് എന്താ കാര്യം? സാധനങ്ങളൊന്നുമില്ല. എല്ലാം ശരിയായി, അതന്നെ എല്ലാം ശരിയായി. എല്ലാം ശരിയായി എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അത് കേട്ടുകൊണ്ട് നമുക്കൊരു ഇടവേള എടുക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.